ലോകമെമ്പാടുമുള്ള മിലിറ്ററി ഫോഴ്സിലും പോലീസിലും നായകളെ ഉപയോഗിക്കുന്നുണ്ട്. മനുഷ്യരായി ഇണങ്ങി ജീവിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ മനുഷ്യരോടൊപ്പം പ്രവർത്തിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ ട്രെയിൻ ചെയ്യാവുന്ന ഒരു മൃഗമായിട്ട് നായ മാറുകയായിരുന്നു. യുദ്ധങ്ങളിൽ പണ്ട് മുതൽക്കേ നായകളെ ഉപയോഗിച്ച് വന്നിട്ടുണ്ട്. ജർമ്മൻ ഷെപ്പേർഡ് എന്ന നായയ്ക്ക് ഓൾസേഷൻ എന്ന പേര് വരാൻ തന്നെ കാരണമായത് നായകളോടുള്ള സ്നേഹം ഒരു ഭാഗത്തും ജർമ്മൻസിനോടുള്ള ശത്രുത മറ്റൊരു ഭാഗത്തും നിലനിന്നുകൊണ്ടാണ്. പ്രധാനമായും ഈ രണ്ട് ഫോഴ്സുകളിലും നായകളുടെ ഘ്രാണശക്തി, അതായത് മണം പിടിക്കാനുള്ള കഴിവാണ് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ എക്സ്പ്ലോസീവ്, നാർക്കോട്ടിക്സ്, മൈൻസ് ഇതൊക്കെ മണത്ത് കണ്ടുപിടിക്കാനുള്ള ഇവരുടെ കഴിവ്, പരിചിതമില്ലാത്ത ആളുകളുടെ കടന്നുകയറ്റം, ക്രൈം സീനുകളുടെ തെളിവിന് വേണ്ടി ദുരിതബാധിത പ്രദേശങ്ങളിൽ കെഡാവർ ഡോഗ്സ് എന്ന പേരിൽ ബിൽഡിംഗ് അവശിഷ്ടങ്ങളുടെ ഇടയിൽ നിന്ന് ശവശരീരങ്ങൾ കണ്ടെത്താനും ഈ നായകൾ ട്രെയിൻഡ് ആണ്. ജർമ്മൻ ഷെപ്പേർഡ്, ബെൽജിയൻ മാലിനോയ്, ലാബ്രഡോർ റിട്രീവർ, ബ്ലഡ് ഹൗണ്ട്സ് ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഓരോ നായകളുടെ സ്വഭാവത്തിനനുസരിച്ച് ഇവരെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം. ഉദാഹരണത്തിന് എയർപോർട്ട് പോലെ ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലങ്ങളിൽ നാർക്കോട്ടിക്സ് മറ്റും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മിക്കപ്പോഴും ലാബ്രഡോറുകൾ തന്നെയാണ് ഉപയോഗിക്കാറ്. അവരുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള നേച്ചർ കാരണം തന്നെ ഇത്രയും ആളുകൾക്കിടയിൽ ഒരു ഭീകരത സൃഷ്ടിക്കാതിരിക്കാൻ ഇത് സഹായിക്കുന്നു.